ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1681. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 220-ാമത്തെ ദിവസത്തിലെത്തി. ഈ പുലർകാല യാത്രയും പരിശുദ്ധ അമ്മ മറിയത്തിന്റെ വഴികളിലൂടെ തന്നെയാണ്. മറിയം എന്ന അമ്മ അല്ലെങ്കിൽ സ്ത്രീയെ കുറച്ചുകൂടി ശരിക്കു നോക്കിയാൽ ഒരു ചെറിയ പെൺകുട്ടി, ദരിദ്രരുടെ ഒരു നല്ല പ്രതിനിധിയാണ് കേട്ടോ. അങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്, വരച്ചിടുന്നത്. എലിശബായുടെ ഭർത്താവ് സക്കറിയ ആരായിരുന്നു? അഭിയാഗണത്തിൽപ്പെട്ട ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. അഭിയാഗണം അഹ്റോന്റെ പുത്രന്മാരുടെ പേരിൽ 24 ഗണമായി ലേവിയ പുരോഹിതരെ തരംതിരിച്ചിരുന്നു. അതിലൊരു ഗണമാണ് അബിയ. അഭിയാഗണത്തിൽപ്പെട്ട ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് സക്കറിയ. അവിടം കൊണ്ട് തീരുന്നില്ല അദ്ദേഹത്തിന്റെ യോഗ്യത. ദൈവസന്നിധിയില് ശുശ്രൂഷ നടത്താനായിട്ട് അവസരവും അവകാശവും കിട്ടിയവരല്ലേ പുരോഹിതന്മാര്. ധൂപം അർപ്പിക്കുക എന്ന മഹത്തായ ആനുകൂല്യവും ഇവിടെ സക്രിയയ്ക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ദൈവത്തിന്റെ മംഗളവാർത്ത, സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള ആ വലിയ അറിയിപ്പ് കിട്ടിയത് ഈ സക്രിയ പുരോഹിതനാണ്. ഇങ്ങനെ അന്തസ്സും അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവസരങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് സക്രിയാവിനെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ലൂക്കോസ് സുവിശേഷകൻ കാര്യങ്ങളെ വരച്ചിടുന്നത്. എന്നാൽ മറിയമെന്ന സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടി, അവളോ ഇത്തരത്തിലുള്ള ഒരു യോഗ്യതയും പൊതുവെ പറയാനില്ലാത്ത ഒരുവളാണ്. അവളുടെ ഭക്തിയെക്കുറിച്ചോ മതജീവിതത്തെക്കുറിച്ചോ സവിശേഷമായ സൂചനകളൊന്നും തന്നെ സുവിശേഷത്തിൽ കാണുന്നുമില്ല. സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനവും വഹിച്ചതായിട്ട് പറയാനും പറ്റുന്നില്ല. മാത്രമല്ല, യഹൂദ സമുദായത്തിൽ വളരെ വളരെ സാധാരണമായ ഒരു പേരാണ് അവൾക്കുള്ളതും, മറിയം. മരിയാം, മിരിയാം എന്ന ഹീബ്രു പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ആ പേര്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എന്റെ നിങ്ങളുടെയുമൊക്കെ മുഴുവൻ വ്യക്തിപരമായ സങ്കടങ്ങളിൽ നിന്ന്, അപകർഷ വിചാരങ്ങളിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് ദൈവം പ്രസാദിച്ച ഒരു കന്യകയുണ്ട്. ദൈവം പ്രസാദിച്ച ഒരു വലിയ അമ്മയുണ്ട്, മറിയമാണ്. ആ അമ്മയുടെ വ്യക്തിപരമായ ജീവിതത്തെ വെറുതെ നമുക്കൊന്ന് അനുമാനിച്ചാൽ നമ്മൾ നേരിടുന്ന പല സങ്കടങ്ങളെയും മറികടക്കാനായിട്ട് പറ്റും. നമ്മളുടെ മുഴുവൻ ബലഹീനതകളെയും പോരായ്മകളെയും മറികടക്കാനായിട്ട് അമ്മ നമ്മളെ സഹായിക്കും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.